സിമ്പിൾ സോൾസ്. എത്ര പെട്ടെന്നല്ലേ ക്ലൈമറ്റൊക്കെ മാറി, ലൈറ്റൊക്കെ പോയി. നമ്മൾ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതായത് ഈ മഴക്കാലം മെയ്യുടെ പകുതിയിൽ വരുന്ന ആരും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കഷ്ടപ്പെട്ടു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ശരിക്കും കഷ്ടപ്പെട്ടത് KSEBിലെ ചേട്ടന്മാരാട്ടോ. രാവും പകലും പാവങ്ങൾക്ക് ഉറക്കമുണ്ടായിട്ടില്ല. അതും നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോൾ വരും കറണ്ട് എന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഈ സമയത്തേ ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത് നമ്മളിതുപോലെ ഈ ക്യാൻഡിൽ ലൈറ്റിൽ ഇങ്ങനെ ഇരുന്നതാണ്. ആ സമയം കുറച്ച് പേടിയുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഒരു കാര്യം അറിയോ, ഇത്രയൊക്കെ ആയിട്ടും ഞാനിവിടെ ഇൻവെർട്ടർ വെച്ചിട്ടില്ല. അത് വേറൊരു ഭ്രാന്തൻ ഐഡിയ കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 90s കിഡ്സിൻ്റെയൊക്കെ ഒരു മെമ്മറിയാണ്. അതായത് പവർ കട്ട് ഉണ്ടാവാറില്ലേ, ആ സമയത്ത് നമ്മളിങ്ങനെ ക്യാൻഡിൽ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈ ഓടിക്കുക, അതുപോലെ കുറേ പ്രാണികൾ വന്ന് വീഴും, അത് ചാവുന്നത്, അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളത്, ഈവൻ നൗ എൻ്റെ കുട്ടികളുടെ കൂടെ ഞാൻ എൻജോയ് ചെയ്യുന്നത് എന്താണെന്നറിയോ, ഈ നിഴലിൽ നമ്മളിങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ടാക്കില്ലേ, എന്താ കുറേ രൂപങ്ങളൊക്കെ, അതൊക്കെ രസമാണ് അല്ലേ. അതൊക്കെ എൻ്റെ കുട്ടികൾ എൻജോയ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇൻവെർട്ടർ വയ്ക്കുന്നത്. അതൊരു ഭ്രാന്തൻ ഐഡിയ ആണ്. എന്നാൽ പോലും ഈ സമയം ഈ കറണ്ട് പോയ 2-3 ദിവസം ശരിക്കും സ്ട്രഗിൾ ചെയ്തു. കാരണം മൊബൈലിൽ ചാർജില്ല, ലാപ്ടോപ്പിൽ ചാർജില്ല, എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. ശരിക്കും ഈ ഇലക്ട്രിസിറ്റിയുടെ പവർ അറിഞ്ഞ ദിവസങ്ങളാണ്. നമ്മളുടെ മൂഡ് വരെ ചേഞ്ച് ആവാൻ, നമുക്ക് ദേഷ്യം വരാൻ, മൂഡ് സ്വിങ്സ് വരാൻ ഒക്കെ കാരണമുണ്ട് ഈ ഇലക്ട്രിസിറ്റി. ഇതുപോലെ വേറൊരു കാര്യം അറിയോ, നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. നമ്മളും ഇലക്ട്രിസിറ്റിയിൽ ഓടുന്നതെന്ന്. നമ്മുടെ ഇലക്ട്രിസിറ്റി കൊണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രിസിറ്റി കൊണ്ട് എത്ര ജീവിതത്തിൽ വെളിച്ചം വരുന്നുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര പേരുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റും? അല്ലെങ്കിൽ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി അങ്ങനെ കട്ടായാലേ എത്ര പേര് ഇരുട്ടില്ലാവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പരമാവധി ആളുകൾക്ക് നമ്മളുടെ ഈ ഇലക്ട്രിസിറ്റി കൊണ്ട് ലൈഫിൽ വെളിച്ചം പകരാൻ പറ്റട്ടെ അല്ലേ. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.